സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കേക്ക് സ്റ്റോറിയിലേക്ക് കേട്ടോ നിങ്ങളെല്ലാവരും ഞാൻ ക്ഷണിക്കുന്നത്. അതും കേക്ക് എക്യുപ്മെൻറ്റ്സ് ഒന്നും തന്നെ ഇല്ലാതെ. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കിയാലോ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വാനില സ്പഞ്ച് കേക്ക് ആണ് കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടി ചോക്ലേറ്റ് ഗനാഷിൽ കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തതാണ്. കേക്ക് എക്യുപ്മെൻറ്റ്സ് ഒന്നും ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിലുള്ള മെഷർമെൻറ്റ്സ് വെച്ചിട്ട് എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മെഷർമെൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് കിട്ടുകയും വേണം. അപ്പോൾ ഞാൻ അതിന് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കപ്പാണ്. ഈ കപ്പിൻ്റെ അളവ് എങ്ങനെ കിട്ടിയെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. ആദ്യം നമുക്ക് വേണ്ടത് 1/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ്. അതൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മുട്ടയാണ് കേട്ടോ. 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. എഗ് വൈറ്റും യോക്കും ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിലാട്ടോ നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം എഗ് വൈറ്റ് മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് 2-3 പ്രാവശ്യം നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 സ്പൂണോ 2 സ്പൂണോ ആദ്യം ആഡ് ചെയ്തിട്ട് പിന്നെ നല്ലോണം ബ്ലെൻഡ് ആക്കുക. അതുപോലെ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് എഗ് യോക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ. എഗ് യോക്ക് ആഡ് ചെയ്യുന്നതിന് മുമ്പ് 1 സ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ബേക്കേഴ്സിൻ്റെ വാനില എസൻസ് ആണ് എടുത്തിട്ടുള്ളത്. 1 സ്പൂൺ ആഡ് ചെയ്ത് ജസ്റ്റ് വിസ്ക് വെച്ച് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ബ്ലെൻഡറിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡാക്കി എടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് വെജിറ്റബിൾ ഓയിലാണ്. അതും ഒരു 1/2 കപ്പ് അളവിൽ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. വെറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. ആദ്യം ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കപ്പ് എങ്ങനെയാണ് മെഷർ ചെയ്തെടുത്തതെന്നുള്ള സ്റ്റോറി പറഞ്ഞുതരാം. എൻ്റെ കയ്യിൽ ആകെയുള്ളത് 1 ടീസ്പൂൺ അളവാണ്. 48 ടീസ്പൂണാണ് ഒരു കപ്പിൻ്റെ അളവായിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ 48 ടീസ്പൂൺ കത്തി വെച്ച് ഇങ്ങനെ അളന്നെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു കപ്പിലാണ് 48 ടീസ്പൂൺ ഹോൾഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കപ്പ് അളവ് കണ്ടുപിടിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ 1 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെഷർമെൻറ്റ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഇതെല്ലാം ജസ്റ്റ് വിസ്ക് വെച്ചൊന്ന് ഇളക്കിയിട്ട് അരിപ്പയിലൂടെ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം പാൽപ്പൊടിയാണ് വേണ്ടത്. 1-2 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തേക്കും യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോയിൽ അത് മിസ്സായി പോയി. ഇനി അതിലേക്ക് വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആയ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് റെഡിയാക്കി എടുക്കാം. നമ്മൾ കുക്കറിലാണെന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം കുക്കറിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നല്ലോണം ആഡ് ചെയ്തിട്ട് ഇതുപോലൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കറിൻ്റെ ലിഡിലുള്ള ആ ബ്ലാക്ക് കളർ പോർഷനും പിന്നെ വിസിലും ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് കേക്ക് ടിൻ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. കേക്ക് ടിന്നിലേക്ക് ആദ്യം ഞാൻ ഓയിലാണ് ഒഴിക്കുന്നത്. അതിനുശേഷം നോർമൽ പേപ്പർ തന്നെയാണ് വെക്കുന്നത്. 2 സൈഡിലേക്കും ഓയിൽ നല്ലോണം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ നല്ലോണം അപ്ലൈ ചെയ്തതിന് ശേഷം 1-2 ടീസ്പൂൺ മൈദയും കൂടി ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. എക്സസ് ആയിട്ട് വരുന്നത് ഒന്ന് തട്ടിക്കളയാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ടിൻ റെഡി ആയിട്ടുണ്ട്. ഇനി ബാറ്റർ ഒട്ടും വൈകാതെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എയർ ബബിൾസ് എല്ലാം പോവും. കേക്ക് നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ. കേക്ക് ടിൻ പ്രിപ്പയർ ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ കുക്കർ നല്ലോണം ചൂടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചതും പെട്ടെന്ന് തന്നെ ഇറക്കി വെക്കാനായിട്ട് പറ്റും. ഇതുപോലെ ഇറക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം ലിഡ് ക്ലോസ് ചെയ്തിട്ട് 45 മുതൽ 50 മിനിറ്റ് വരെയാണ് ഞാൻ ബേക്കിംഗ് ടൈം എടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 40 മിനിറ്റ്സ് ആയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. കേക്ക് അത്യാവശ്യം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കായോ നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടൂത്ത് പിക്കും കൂടി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്ലീൻ ടൂത്ത് പിക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കേക്ക് ചെറുതായിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു ചോക്ലേറ്റ് ഗനാഷ് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഡയറി മിൽക്കാണ്. ഡയറി മിൽക്കിൻ്റെ ഹേസൽനട്ട് ഫ്ലേവർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഒരു ഗ്ലാസ് ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഗ്ലാസ് ബൗളിൽ എടുക്കുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുക, ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയത് മാത്രം എടുക്കുക. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. എനിക്ക് നല്ലോണം പണി കിട്ടിട്ടോ. ചോക്ലേറ്റ് അത്യാവശ്യം മെൽറ്റായി വന്നതായിരുന്നു. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞതും പൊട്ടുന്നൊരു ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. പിന്നെ ഇതായിരുന്നു കേട്ടോ അവസ്ഥ. ചോക്ലേറ്റും വേസ്റ്റായി പോയി, ബൗളും പൊട്ടിപ്പോയി. അപ്പോൾ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബൗൾ എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് രണ്ടാമതും ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. ഇത്തവണ വാങ്ങിച്ചത് പ്ലെയിൻ ആയിട്ടുള്ള ഡയറി മിൽക്ക് ആയിരുന്നു കേട്ടോ. ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ജസ്റ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ചോക്ലേറ്റ് നല്ലോണം മെൽറ്റായതിന് ശേഷം ചൂടുള്ള പാല് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു 1/2 ഗ്ലാസ് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ വന്നിട്ടുണ്ട്
കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലെയിൻ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഫോൺ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ചെറിയ ഡിസൈൻ ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് 2 സ്ട്രോബെറീസും കൂടി വെച്ച് കൊടുക്കാം. നല്ലോണം വാഷ് ചെയ്ത സ്ട്രോബെറീസ് ടിഷ്യൂ ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 ഇതുപോലെ വെക്കുന്നുണ്ട്. ഞാൻ വെക്കുന്ന സമയത്ത് അത് ഒട്ടും ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, കാരണം ഗനാഷ് ഒഴുകി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ പുറകിൽ നിന്ന് കാണാത്ത വിധത്തിൽ ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഫിക്സ് ആയിട്ട് നിന്നോളുണ്ട്. അടിപൊളി ലുക്കിൽ നമ്മൾ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്തവണ ഞാൻ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ടൈം എന്തായാലും ഞാനത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുറച്ച് സമയം ഞാനൊന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്ത് നോക്കുന്നത്. നല്ല അടിപൊളി സൂപ്പർ സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് സ്പഞ്ച് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ടേസ്റ്റ് ചെയ്ത് ഇരിക്കായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ അനിയനും കൂടി കൊടുത്തു. ശരിക്കും സ്പോഞ്ച് പോലെയുള്ള അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ. നല്ല മോയ്സ്ചർ കണ്ടൻറ്റുള്ള സൂപ്പർ സോഫ്റ്റ് കേക്ക് തന്നെയായിരുന്നു. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.